കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് ഞാൻ അത് എൻ്റെ ടൈം ലൈനിൽ റീഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് ആ പോസ്റ്റ്. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് കേരളത്തിലെ യേശുനാമ പെന്തക്കോസ്തുകാർ നടത്തിയ ഒരു സ്നാനത്തിന് ശേഷം അവരെടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതേ തുടർന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം യേശുനാമക്കാർ ആരാണ് എന്ന് തിരിച്ചറിയണം. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് എഴുതിക്കുക, ടുഡേ 8 souls get baptized in the name of Jesus Christ for the remission of sins. Above believers earlier took a without name baptism in AG Church. ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പെന്തക്കോസ്ത് ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും മുഖ്യതാണ് ഈ 8 പേർ. ഇത് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പിന്റെ ഗ്രൂപ്പാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് 2 ആഴ്ച മുമ്പ് വന്ന പോസ്റ്റാണ്, 2 ആഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. ഇനി ഇത് പഴയ കഥയൊന്നുമല്ല. Above believers earlier took a without name baptism. എന്താണ് ഈ വിത്തൗട്ട് നെയിം ബാപ്റ്റിസം? അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നടത്തുന്ന സ്നാനത്തെയാണ് അവർ അങ്ങനെ പറയുന്നത്. God now added to his church as he did on the day of Pentecost at Jerusalem. വലിയ വിഷയങ്ങളാണ്. ഈ യേശുനാമ സഭ എന്ന് പറഞ്ഞാല് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളവരാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു കൺവെൻഷനിൽ ലഞ്ച് കഴിഞ്ഞപ്പോൾ 2 സായിപ്പുമാർക്ക് തോന്നിയ കിറുക്ക് അല്ലെങ്കിൽ ഉച്ചക്കിറുക്കാണിത്. അവർ വൈകുന്നേരമായപ്പോൾ പരസ്പരം സ്നാനപ്പെടുത്തി ആരംഭം കുറിച്ച പരിപാടിയാണ് യേശുനാമ സ്നാനം. ഒരുത്തൻ മറ്റവനെ മുക്കി, ലവൻ തിരിച്ച് ഇവനെ മുക്കി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നാനപ്പെടുത്തി. ഇനീഷ്യലി they were hearing live program of brother Sebastian Punnekal Philip. Praise the Lord and thank you Jesus. Let many believers come to this truth and secure everlasting life. അത് സംഭവിക്കട്ടെ. ഇപ്പോ സെബാസ്റ്റ്യൻ പുന്നക്കലിന് കിട്ടുന്ന വർദ്ധിച്ച സ്വീകാര്യതയും പിന്തുണയും പിൻബലവും പ്രചാരവും ഈ കൾട്ട് ഗ്രൂപ്പിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കൾട്ടിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം എന്നെ ഓൺലൈനിൽ ചില ആളുകൾ ചീത്ത വിളിക്കാറുണ്ട്, കത്തോലിക്കന്മാരാന്നാ പറയുന്നത്. അപ്പോ ഈ എന്നെ ചീത്ത വിളിക്കുന്നവർ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പിന് വേണ്ടി ഓൺ ദ ബിഹാഫ് ഓഫ് സീസറിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞല്ലേ, സെബാസ്റ്റ്യന് വേണ്ടി തെറികളൊക്കെ ആയിട്ട് ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ക്ലബ് ഹൗസിലും ചിലർ വരാറുണ്ട്. ഒരു കാര്യമേ ഞങ്ങളിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. മനസ്സിലായില്ലേ? സെബാസ്റ്റ്യൻ പുന്നക്കലിന് വേണ്ടി ചീത്ത വിളിക്കുന്ന കുറെ ആളുകളുണ്ട്. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറഞ്ഞ് ജനം ആർപ്പിട്ടു. എന്ന് പറഞ്ഞാൽ ഇവിടെ സെബാസ്റ്റ്യൻ പുന്നക്കലിന് വേണ്ടി ഗ്ലോറിയസിന്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ മതി, ഭയങ്കര ചീത്തകളാണ്. ഇന്നിപ്പോ ഈ വീഡിയോയുടെ കീഴെ ചീത്ത എഴുതാൻ വേണ്ടി സെബാസ്റ്റ്യന്റെ ആളുകൾ വരും. പക്ഷെ ഇതുകൊണ്ട് ഞങ്ങള് ഇത് സ്റ്റോപ്പ് ചെയ്യത്തില്ല. കാരണം ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ക്രിസ്തീയ വിശ്വാസം എന്താണ്. ആ ക്രിസ്തീയ വിശ്വാസം എന്താണെന്നാണ് ഗ്ലോറിയസ് ഗോസ്പൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ദിസ് ഈസ് ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ. നിങ്ങളുടെ ഈ ചീത്തവിളികൾ കൊണ്ടോ ഒന്നും ഞങ്ങൾ നിർത്തത്തില്ല. ഇപ്പൊ തെളിവാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇത് നിങ്ങൾ കാണുക. ഇപ്പോൾ 8 പേരെ നഷ്ടപ്പെട്ടത് അസംബ്ലീസ് ഓഫ് ഗോഡിനാണ്. ദാറ്റ്സ് ഗുഡ്. കാരണം ഈ ഒരു കുഴിയിൽ നിന്ന് വേറൊരു കുഴിയിലോട്ട് പോയെന്നേ ഉള്ളൂ. അടുത്തായിട്ട് കത്തോലിക്കർക്ക് ആളുകളെ നഷ്ടപ്പെടാൻ തുടങ്ങും. അത് നഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. പോസ്റ്റ് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എനിക്ക് നേരിട്ടറിയാം കുറെ ആളുകൾ ഈ യേശുനാമത്തിലേക്ക് സ്നാനപ്പെട്ടു, മാർത്തോമക്കാർ സ്നാനപ്പെട്ടു അറിയാം. ഇവരെയൊക്കെ മാറുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എന്ത് തരത്തിലുള്ള പ്രതിരോധ നടപടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തുന്നു.
അപ്പൊ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് മാത്രമേ രക്ഷയുള്ളൂ. ആരാണ്? ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ആളുകളാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നുള്ള പ്രതീതി വരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം KSRT ബസ്സിൽ ആരാണ്ട് തല്ലി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. മൊഫീന എന്ന് പറഞ്ഞ പെൺകുട്ടി. ഒരു ഫേസ്ബുക്കിലും ഒരു വാർത്ത ഞാൻ കണ്ടില്ല. വളരെ ദയനീയമാണ്. ആ പെൺകുട്ടി നിയമ വിദ്യാർത്ഥിനിയായിരുന്നു. ഭർതൃഗൃഹത്തിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്താണോ കെട്ടിത്തൂക്കുകയാണോ എന്നറിയത്തില്ല. അപ്പോ അത് ചർച്ചയാകപ്പെടുന്നില്ല. കാരണം എന്താ? കൊല്ലപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. നമ്മൾ നോക്ക് ഇതിനകത്ത്. ഇപ്പൊ ആ കൊല്ലപ്പെട്ടത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ആയിരുന്നു, ഇവിടെ വലിയ വിഷയം ഉണ്ടായിരുന്നു. ഇതാ ഭയങ്കര ജിഹാദി വരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാറിയ സാഹചര്യം, നമ്മുടെ സാമൂഹിക അന്തരീക്ഷം ആകെ കലുഷിതമാണ്, വളരെയേറെ മാറിക്കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് ഈ ഉപഭോഗ സംസ്കാരം, അണുകുടുംബ വ്യവസ്ഥ, അതുപോലെ യുക്തിവാദ ചിന്ത, മതനിരാസം, കുറെ ഘടകങ്ങളുണ്ട്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം കൂടെ നമ്മളെ വേറൊരു തികച്ചും വ്യത്യസ്തമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സോഷ്യൽ എൻവയോൺമെന്റ് സംജാതമായിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നതല്ല. ഇപ്പൊ ഇതെല്ലാം മതത്തോട് കൂട്ടിച്ചേർത്ത് വായിച്ച് മതസ്പർദ്ധ വളർത്തി അത് വിൽക്കലാണ് ഇവരുടെ പണി. ഇതാണ് സോൾജിയേഴ്സ് ഓഫ് ക്രോസ്. എന്താ ക്രോസ് എന്ന് ഇവർക്കറിയാവോ? ഈ ഇവറ്റകൾക്ക് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇവറ്റകൾക്ക് അറിയാമോ? ഈ പറഞ്ഞ ഒരുത്തനുണ്ട്, ഒരു അയ്യപ്പൻ. അപ്പൊ അവനെ ഈ ഇങ്ങനെയുള്ള തൊട്ടികൾ, ഈ തൊട്ടി അയ്യപ്പൻ, ഇവരൊക്കെയാണ് സുവിശേഷം കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. ആണോ? 2000 വർഷത്തെ പഴക്കമുള്ള പാരമ്പര്യമുള്ള നമ്മുടെ ക്രൈസ്തവരെ ഇപ്പൊ പുതുതായിട്ട് സുവിശേഷം പഠിപ്പിക്കാൻ വരികയാണ്, ആയത്തുകൾ ഓതിക്കൊണ്ട്. പണ്ടൊക്കെ ഈ ഉച്ചപ്പടം കാണാൻ തലയെ മുണ്ടിട്ട് കയറുന്ന ചേട്ടന്മാരുണ്ട്. അവരെ പോലെയാണ് ഈ സെബാസ്റ്റ്യന്റെയും അയ്യപ്പന്റെയും ഈ തൊട്ടി അയ്യപ്പന്റെയും ഒക്കെ ഗ്രൂപ്പിലോട്ട് കയറുന്നത്. എല്ലാം വ്യാജ ഐഡിയിലാണ്. സ്വന്തം ഐഡി ഇല്ല, വ്യക്തിത്വം ഇല്ല. ഇത് പോസ്റ്റ് ഇടുന്ന സോൾജിയേഴ്സ് ഓഫ് ക്രോസ്. ക്രോസിന്റെ അർത്ഥം നിനക്കറിയാം? ക്രോസ് എന്താണെന്ന് അറിയാം? അതറിയാമെങ്കിൽ തോന്നിയാസം കാണിക്കോ? സോൾജിയേഴ്സ് ഓഫ് കുരിശുയുദ്ധം ഇവന്റെ മനസ്സിലെ ചിന്തയാ. ക്രൂസൈഡുകളുടെ ചരിത്രം നിങ്ങൾ കേട്ടു നോക്ക്. അപ്പൊ ഈ കുരിശുയുദ്ധം നടത്തുന്നെന്ന് പറയുന്ന ഇത് മുഴുവൻ വ്യാജ ഐഡിയിലാണ്. എടാ, സ്വന്തം ഐഡിയിൽ ഫേസ്ബുക്കിൽ വരാനോ സ്വന്തം ഐഡിയിൽ ക്ലബ് ഹൗസിൽ വരാനോ ധൈര്യമില്ലാത്ത ഇവരാണ് കുരിശുദ്ധം നടത്തി കേരളത്തിൽ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ പോകും. എന്തൊരു ദയനീയമാണ്. മുഴുവൻ വ്യാജ ഐഡികളാണ്. ആകെ സ്വന്തം ഐഡിയില് പ്രസംഗിക്കുന്ന അനിൽ കൊടുത്തോട്ടം മാത്രമാണ്. അനിൽ കൊടുത്തോട്ടം, സെബാസ്റ്റ്യൻ പുന്നക്കൽ സ്വന്തം ഐഡി പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ആള് വിദേശത്ത് സേഫാണ്. എല്ലാ ആഴ്ചയിലും അയർലൻഡിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എനിക്ക് സെക്യൂരിറ്റി വേണമെന്ന് പറയുകയാണ് പുള്ളിയുടെ പണി. അത് പുള്ളിയുടെ തന്നെ ലൈവ് പുള്ളി ഞാൻ പറഞ്ഞ ആരോപിക്കുന്നോ കളിയാക്കുന്നോ അല്ല. കാരണം അയർലൻഡിലെ പോലീസ് ഓഫീസറോട് ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ എന്നൊക്കെ പുള്ളി ചോദിച്ചതായിട്ട്. ഇപ്പൊ ഇത്രയും മുസ്ലിങ്ങളൊന്നും അയർലൻഡിൽ ഇല്ല എന്ന് ആ പോലീസ് ഓഫീസർ പറഞ്ഞു. അപ്പോ സെബാസ്റ്റ്യൻ പറഞ്ഞു, അല്ല സാറേ, ഇവിടെ കൂടുതൽ ആളുകളുണ്ടെന്ന് പറഞ്ഞ് പുള്ളി കണക്ക് കാണിച്ചു. അവസാനം കണക്ക് പരിശോധിച്ച് വന്നപ്പോൾ അയർലൻഡിൽ വളരെ വിരലെണ്ണാവുന്ന മുസ്ലിങ്ങളേ ഉള്ളൂ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് സെബാസ്റ്റ്യൻ ലൈവ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രസക്തി. പിന്നെയുള്ള ഈ അനിൽ കൊടുത്തോട്ടമാണ്. ഈ അനിൽ കൊടുത്തോട്ടത്തെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് ചെല്ലുന്ന നാറിപ്പോവും. അത്രയ്ക്ക് കുഴഞ്ഞ കേസ്. അതൊക്കെ ആരാ പോകുന്നു. ഇപ്പൊ ഒരുത്തനെ ഒരു ചീത്ത വിളിക്കണേ തന്നെ അവനൊരു നിലവാരം വേണം. എന്നാൽ കാരണം ചീത്ത വിളി കേട്ടാൽ നാണം വരുന്നവനായിരിക്കണ്ടേ, അവനെ വിളിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പം മനസ്സിലായോ?
ഒന്നും പിന്നെ അത്രയും നിലവാരം കുറഞ്ഞ ഒരാള് ഇങ്ങനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഒരു മൈൻഡ് എത്തും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാള്. അതിനിപ്പോ നമുക്ക് പറയാം, പുരാണത്തിൽ ശിഖണ്ഡി, ഈ ശിഖണ്ഡിയെ മുന്നിലോട്ട് നിർത്തി. അപ്പൊ ശിഖണ്ഡിയോടൊക്കെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ നാണക്കേട്. ഭീഷ്മര് ഭീഷ്മാചാര്യരാ നിൽക്കുന്നത്. അപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞില്ല, ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് ശിഖണ്ഡിയുടെ പുറകിൽ പമ്മി ഇരിക്കാൻ പറഞ്ഞ അർജുനൻ. ശിഖണ്ഡിയുടെ കക്ഷത്തിൽ കൂടെ ഇങ്ങനെ കക്ഷത്തിനിടെ കൂടെ ഒക്കെ അമ്പായിക്കാൻ. ഭീഷ്മർ നോക്കിയപ്പോൾ അപ്പുറം നിൽക്കുന്ന ശിഖണ്ഡിയ. ആ പുല്ല് ഇത് യുദ്ധം ചത്താലും വേണ്ടി ഇതിനേക്കാൾ കൂടുതൽ നാണക്കേട് വരാനില്ലല്ലോ. ഭീഷ്മര് അമ്പും വില്ലും താഴെ വെച്ചു. ഭീഷ്മര് വില്ലേന്തി നിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ ആ ഇടവേളയിലാണ് ഭീഷ്മർക്ക് അമ്പായിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ കൃസംഗികൾ മുന്നിൽ നിർത്തിയിരിക്കുന്ന ഭാരതീയ പുരാണത്തിലെ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഇപ്പൊ നമ്മുടെ അനിൽ കൊടുത്തോട്ട് ശിഖണ്ഡിയായിട്ട് വരും. അല്ലെങ്കിൽ ബൈബിള് ഇതാണെങ്കിൽ ദാവീദിനെ തെറി വിളിക്കാൻ വേണ്ടി ഒരു ശിമയി ഉണ്ടായിരുന്നു. ഈ ശിമയി എന്ന് പറയുന്നവൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദാവീദ് രാജാവിനെ ചീത്ത വിളിക്കുകയാണ്. ദാവീദ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും മഴ ഒന്ന് പൂര തെറി. ദാവീദ് പറയും, ഇവനെയൊക്കെ പോയി കൈവച്ച് വെറുതെ കൈ നാറ്റിക്കണ്ട. ശിമയെ വെറുതെ വിട്ടു. ശിമയുടെ വിചാരം ശിമയി ആണ്ട് വലിയ കേമനായിട്ടാണ്. കാരണം അവർക്ക് പരിഗണിക്കാൻ തക്ക നിലവാരമില്ലാത്ത ഒരാളായതുകൊണ്ടാണ്. എടാ, ഇതല്ലാതെ അന്തസ്സുള്ള ആരെങ്കിലും, നിങ്ങൾ ഈ പറയുന്ന ഈ കൃസംഗികൾ കേരള കത്തോലിക്ക സഭയിലുള്ളവരെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ ഡോണ്ട് ബിലീവ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ പെന്തക്കോസ്തുകാര് വേഷം മാറി കത്തോലിക്കനാണ്. രാജു ലൈക്ക് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട് ഫേസ്ബുക്കിൽ. എന്റെ പെന്തക്കോസ്തുകാരനാ. അവൻ പറയുന്നവൻ കത്തോലിക്കനാണ്. അപ്പൊ ഇങ്ങനെ ഈ എല്ലാവരും ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള പെന്തക്കോസ്തുകാരുടെ വകയായിട്ടുള്ള പുലഭ്യം പറച്ചിൽ, കത്തോലിക്ക സഭ ഞങ്ങളൊക്കെ കത്തോലിക്കരാണ് എന്നൊക്കെ പറഞ്ഞങ്ങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ അത്യാവശ്യം നല്ല നിലവാരമുള്ള 4 നേതാക്കന്മാരെ, കുറച്ച് അനുയായികളൊക്കെ വ്യക്തിത്വമുള്ളവർ വരട്ടെ. ഈ വ്യാജ ഐഡി നിഴൽ യുദ്ധം നടത്തി ഞങ്ങൾ ക്രിസ്ത്യാനികളെ രക്ഷിക്കും. ഇതാണ് ഇവരുടെ അവകാശവാദം. ക്രിസ്തീയ സംരക്ഷകരാണ് ഞങ്ങൾ, ഞങ്ങൾ ധീരന്മാരാണ്, ഞങ്ങൾ വീരന്മാരാണ്, ഞങ്ങൾ വീരശൂര പരാക്രമികളാണ്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റും? നിനക്ക് വ്യാജ ഐഡി വന്ന് ചീത്ത വിളിക്കാനല്ലേ അറിയത്തുള്ളൂ, വ്യാജ ഐഡി വന്ന് കമന്റ് ഇടാനല്ലേ അറിയത്തുള്ളൂ. ഇതുകൊണ്ടാണോ നീ ക്രിസ്ത്യാനി രക്ഷിക്കുക? ഇതാണ് സോൾജിയർ ഓഫ് ക്രോസ്. ക്രോസ് സത്യസന്ധതയുടെ പര്യായമല്ല, എളിമയുടെയും താഴ്മയുടെയും വിനയത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ പ്രതീകമല്ല. ആ ക്രോസിന്റെ പേരിലാണ് നീ വൃത്തികേട് കാണിക്കുന്നത്. എന്നിട്ടെന്താ? അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസത്തെ മറിച്ചു കളയുന്ന ദുരുപദേശത്തെ ഈ കെയർ ഓഫിൽ വിറ്റഴിക്കുക. അതായത് നേർക്കുനേർ നിന്ന് മുട്ടിയിട്ട് വിജയിക്കാൻ കഴിയില്ല. കാരണം പരിശുദ്ധ വിശ്വാസത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ ആദ്യം ഈ സെബാസ്റ്റ്യൻ കുറച്ച് പരിശ്രമിച്ചു. പിന്നെ മനസ്സിലായി വിജയിക്കില്ല. അങ്ങനെ പുള്ളി കുറെ നാളത്തേക്ക് പിൻവലിഞ്ഞിട്ട് പിന്നെ ഇസ്ലാമിക പ്രതിരോധം എന്ന രീതിയിൽ പുതിയൊരു വേഷം കെട്ടി വന്നു. അപ്പൊ അത് വിജയിച്ചു. കാരണം ധാരാളം കത്തോലിക്കരെ ഇപ്പൊ പുള്ളിക്ക് കേൾക്കാൻ കിട്ടി. സാധുക്കളായ കുറച്ച് ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും ഒക്കെ കേൾക്കുന്നു. അപ്പൊ ആ ഒപ്പം എന്ത് ചെയ്യാണ്? ഈ വിഷം കൊടുക്കുകയാണ്. യേശുനാമ വിഷം അവർക്ക് കൊടുക്കുക. അപ്പൊ ഞങ്ങൾ പരിശുദ്ധ തൃത്വവിശ്വാസം ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഞങ്ങൾ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അല്ല പ്രസംഗിക്കുന്നത്, സത്യവിശ്വാസം പ്രസംഗിക്കും. അപ്പൊ അതിനി മാറ്റമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ആദ്യം നമ്മൾ കണ്ട ആ സ്നാനത്തിന്റെ ചിത്രം ഉണ്ടല്ലോ, ആദ്യം നമ്മൾ കണ്ട ആ സ്നാനത്തിന്റെ അല്ല, സ്നാനം കഴിഞ്ഞ് നിൽക്കുന്ന ഗ്രൂപ്പ് പിക്ചർ. അപ്പൊ അതിനകത്ത് ഈ താമസിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാത്ത ആളുകൾക്ക് അത് അത്ര പരിചയം വരണമെന്നില്ല അതെന്താണ് സംഭവം എന്ന്. അവരെ സംബന്ധിച്ച് ഈ യേശുനാമ സ്നാനം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനൊരു റീക്യാപ്പ്. യേശുനാമ സ്നാനം എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം നടത്തുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം തൃത്വവിശ്വാസമാണ്. അപ്പൊ തൃത്വവിശ്വാസം എന്നാൽ പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ്. അപ്പൊ സത്യദൈവം നമ്മെ സംബന്ധിച്ച് പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ്.
അപ്പൊ ഇതില് ആദ്യകാലത്ത് ഒരു ശീഷ്മ വരികയാണ്, ഇടർച്ച വരികയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? പുത്രന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. അപ്പൊ അതില് പ്രമുഖനായ ഒരു നേതാവ് നമ്മൾ ഹിസ്റ്ററി ഓഫ് ദ ചർച്ചിൽ പഠിക്കുമ്പോൾ അറിയൂസ് ആണ്. അറിയൂസ്. അപ്പൊ അറിയൂസിന്റെ വേദവിപരീതം എന്നൊക്കെ പറയുന്നത് പുത്രന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. പുത്രൻ ദൈവമല്ല, ആ പുത്രന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. അതിനെതിരായിട്ട് അത്തനേഷ്യസിന്റെ നേതൃത്വത്തിൽ അതിനെ ഒപ്പോസ് ചെയ്തു. അവസാനം നിക്കിയ സുന്നോദോസിൽ അറിയൂസിൻ്റെത് വേദവിപരീതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും, അതിൽ പുത്രൻ ദൈവമല്ല, അഥവാ പുത്രന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. അത് അറിയൂസ്. അപ്പൊ ഞാൻ അതിനെ വിളിക്കുന്നത് ലെഫ്റ്റ് വിങ് ഡിനയൽ ഓഫ് ട്രിനിറ്റി എന്നാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ തൃത്വ നിഷേധം എന്ന് പറഞ്ഞാൽ തൃത്വത്തെ നിങ്ങളിപ്പോ ഈ തൃത്വം എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡ് ഇങ്ങനെ പോവാ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഈ കാർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്. അപ്പൊ ഒരുത്തൻ ഇവിടെ ഇരുന്നിട്ട് ഈ സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിക്കുകയാണ്. ഇങ്ങനെ ഈ നേരെ വഴി അല്ല പോകേണ്ടത്, നേരെ വഴി. നേരെ എന്നുള്ളതിന് ഓർത്തോ എന്നാ ഗ്രീക്കിൽ പറയുന്നു. അപ്പൊ ഓർത്തോ എന്ന് പറയുന്നത് ഈ വഴി അതല്ല നമുക്ക് ഈ ലെഫ്റ്റിലോട്ട് പോവാം. ഹെട്രോ എന്ന് പറഞ്ഞ വഴി ലെഫ്റ്റിലോട്ട് പോവാം. ലെഫ്റ്റിലെ റോഡാണ് ഹെട്രോ, നേരെയുള്ളതാണ് ഓർത്തോ. റൈറ്റിലോട്ട് പോകുന്നത് ഹെട്രോ. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന റോഡിൽ നിന്ന് ഇടത്തോട്ട് മാറിയാലും വഴി തെറ്റി, വലത്തോട്ട് മാറിയാലും വഴി തെറ്റി. അപ്പൊ തെറ്റിയത് വലത്തോട്ട് തെറ്റിയോ ഇടത്തോട്ട് തെറ്റിയോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, രണ്ടും തെറ്റിയത് തന്നെയാണ്. മനസ്സിലായോ? ഇടത്തോട്ട് തെറ്റിയാലും തെറ്റാണ്, വലത്തോട്ട് തെറ്റിയാലും തെറ്റാണ്. അപ്പൊ ഇടതുപക്ഷ വ്യതിയാനമാണ് പുത്രന്റെ ദൈവനിഷേധം. ആ പുത്രൻ ദൈവമാണെന്നുള്ളതിനെ നിഷേധിച്ചു. അതിന് അറിയൂസ്. അപ്പൊ അത് ഇടതുപക്ഷ തൃത്വ നിഷേധം. എന്താണ്? പിതാവാണ് ദൈവം, പിതാവ് മാത്രമാണ് ദൈവം, പുത്രൻ ദൈവമല്ല, പുത്രന് ദൈവത്വമില്ല. അപ്പൊ ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയില് അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് നമ്മുടെ കുരുവിള കുളഞ്ഞിക്കൊമ്പൽ സാമുവൽ എന്നൊക്കെ പറയുന്ന അദ്ദേഹം. പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാം, ഡിറ്റക്റ്റബിൾ ആണ്. ഇടതുപക്ഷ തൃത്വ നിഷേധം ഡിറ്റക്റ്റബിൾ ആണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. കാരണം അവർ യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്നില്ല, യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകളൊന്നും കാണത്തില്ല. അപ്പൊ അവരുടെ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നാട്ടിൽ യഹോവ സാക്ഷികൾ, അവർ യേശുവിനെ ദൈവത്തെ അംഗീകരിക്കത്തില്ല. പെട്ടെന്ന് അവരെ തിരിച്ചറിയാം. സൂക്ഷിക്കണം കേട്ടോ, അവരെ വീട്ടിൽ പോലും കയറ്റരുത്. എന്താ അവരെ വീട്ടിൽ കയറ്റരുതെന്ന് പറയുന്നേ? അവരെ വീട്ടിൽ കയറ്റരുത്, അവരോട് മിണ്ടരുത്. ഇതൊക്കെ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിലുണ്ട്. ഇത് വെച്ചിട്ടാണ് എല്ലാവരും യഹോവ സാക്ഷിക്കാർക്കെതിരായിട്ട് ജാഗ്രത പുലർത്തുന്നത്. കാരണം യഹോവ സാക്ഷിക്കാർക്കെതിരായിട്ട് ഭയങ്കര ജാഗ്രതയാണ്. എന്തിനാണ് ഇത്രയും ജാഗ്രത യഹോവ സാക്ഷിക്കാർക്കെതിരെ പുലർത്തുന്നത്? അതിന്റെ കാരണം ബൈബിളിലെ ഒരു വാക്യമാണ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അപ്പൊ പുത്രനെ നിഷേധിക്കുന്നത് പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോഴേക്കും ഈ ഇടതുപക്ഷത്തെ ആ വ്യതിയാനം, അവിടുന്ന് കാർ എന്ത് ചെയ്യുക, സ്റ്റിയറിംഗ് തിരിക്കുക, റൈറ്റിലോട്ട് തിരിക്കുക, ഇങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഓർക്കും, ഓ ഇവന്മാര് കറക്റ്റ് വഴിയിലോട്ട് വരികയാണല്ലോ. റൈറ്റിലോട്ട് കയറി, അപ്പൊ ആ കയറ്റമൊക്കെ ഒന്ന് കയറി മെയിൻ റോഡിൽ വന്നു, നേരെ വണ്ടി ഒന്ന് കുലുങ്ങി നിന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകുമ്പോഴേക്കും ഈ തിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല, തിരി നിർത്തുന്നില്ല. അവൻ വലത്തോട്ട് തിരിക്കുന്ന സ്റ്റിയറിംഗ് പിന്നെയും വലത്തോട്ട് തിരിച്ച് ഇപ്പം സ്ട്രൈറ്റ് റോഡിൽ ഇപ്പൊ വണ്ടി അങ്ങോട്ടേ ആടി, വലത്തോട്ട് ആടി, അറിഞ്ഞില്ല വണ്ടിയിൽ ഇരുന്നവര്. ഇതാണ് വലതുപക്ഷ തൃത്വ നിഷേധം അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനം.
ഇപ്പം വലത്തെ വഴി കൂടെ പോവാ, വലത്തെ ഹെട്രോയിൽ കൂടെ പോവാ. വലത്തെ ഹെട്രോഡോക്സി എന്താണ്? വലത്തെ വഴിയെ പോകുന്ന സാധനം പിതൃനിഷേധമാണ്. പുത്രൻ ദൈവമാണ്, യേശു ദൈവമാണ്, യേശു ദൈവമാണ്, യേശു മാത്രമാണ് ദൈവം, യേശു ഹല്ലേലൂയ, യേശു ദൈവമാണ്. അപ്പൊ എന്ത് ചെയ്തു? പുത്രൻ ദൈവമാണ്. അപ്പൊ കൊള്ളാം, അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ അന്നേരം എന്ത്? പിതാവിനെ വിട്ടു. പിതാവിന് വ്യതിരിക്തമായി പുത്രനിൽ നിന്ന് വ്യതിരിക്തമായിട്ടൊരു വ്യക്തിത്വം അല്ല. പിതാവ് പുത്രനിൽ തന്നെയാണ്, പുത്രനാണ് ദൈവം. ഇതാണ് വലതുപക്ഷ തൃത്വ നിഷേധം. ഇതിന്റെ ആധുനിക സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ. നിങ്ങൾക്ക് പിടികിട്ടിയോ? അതായത് ഇടതുപക്ഷ തൃത്വ വ്യതിയാനം, ഇടതുപക്ഷ വ്യതിയാനത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് കുരുവിള സാമുവലും, വലതുപക്ഷ തൃത്വ വ്യതിയാനത്തിന്റെ സാമ്പിളായിട്ട് ഞാനിപ്പോ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ കാണിക്കുകയാണ്. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്ന പെന്തക്കോസ്ത് സഭകളാണ്, പെന്തക്കോസ്തുകാർ. അവർ യേശു ക്രിസ്തുവിനെയാണ്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. അപ്പൊ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അപ്പൊ ഈ ഉപദേശം കൊണ്ടല്ലാതെ ഒരുവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളരുത്. അപ്പൊ ഇടതുപക്ഷ തൃത്വ നിഷേധമായാലും വലതുപക്ഷ തൃത്വ നിഷേധമായാലും രണ്ടും ഒരുപോലെ സത്യവിശ്വാസത്തിൽ നിന്നുള്ള വ്യതിയാനങ്ങളാണ്. രണ്ടും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, ഇത് മനസ്സിലാവുന്നില്ല. രണ്ടും തൃത്വവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇവിടെയാണ് ഈ സെബാസ്റ്റ്യന്റെ ഉപദേശത്തെ ഇപ്പം തൽക്കാലം ഈ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്നു എന്നുള്ള ഒരു ക്വാളിറ്റി കൊണ്ട് ഈ കാര്യത്തെ അങ്ങ് അവഗണിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക എത്ര ഗുരുതരമായ ഉപദേശപ്പശാണ്. അപ്പൊ ഈ വലതുപക്ഷ തൃത്വ നിഷേധക്കാര് ഒരു കാര്യം ശഠിക്കും. അവരെന്ത് ചെയ്യുന്നറിയോ? അവര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അവര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഇതിനകത്തല്ല ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പൊ അവര് ബാപ്റ്റിസം നടത്തുന്നു ഇൻ ദ നെയിം. പരമ്പരാഗത സഭകള് ഇപ്പൊ ഓർത്തഡോക്സി, ഇപ്പൊ ഈ സ്ട്രെയിറ്റ് റോഡാണ് ഓർത്തഡോക്സി. മറ്റേ ഇടത്തൂടെ പോകുന്ന ഹെട്രോഡോക്സി, വലത്തൂടെ പോകുന്നു ഹെട്രോഡോക്സി. അപ്പൊ രണ്ട് ഹെട്രോഡോക്സി ഒരു ഓർത്തഡോക്സിയാണ്. അപ്പൊ സ്ട്രെയിറ്റ് എന്നുള്ളതാണ് ഈ ഓർത്തോ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ആദ്യം മുതലുള്ള സത്യവിശ്വാസം. ഓർത്തോപീഡിക് എന്ന് പറഞ്ഞ് എല്ലുകളൊക്കെ നേരെയാക്കുന്നതിന്. ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ പല്ലുകൾ നേരെയാക്കുന്നു. ഓർത്തോഡോക്സ എന്ന് പറഞ്ഞാൽ സ്തുതി, ആരാധന ചൊവ്വുള്ളതാക്കുക, നേരെയാക്കുക. പല്ലുകളെ നിരയൊത്തതാക്കാൻ ഓർത്തോഡോണ്ടിക്സ് ഉണ്ട്, പല്ലുകൾ നിരയൊപ്പിക്കാൻ. എല്ലുകൾക്കൊക്കെ നേരെയാക്കാൻ വേണ്ടിയാണ് ഓർത്തോപീഡിക്. സ്തുതിയും ആരാധനയും നേരെയാക്കുന്ന ഓർത്തോഡോക്സി. അപ്പൊ നിന്റെ ആരാധന നേരെയാക്കണം. അപ്പൊ നിന്റെ പല്ല് നേരെയാക്കാൻ നീ ഓർത്തോഡോണ്ടിക്സിൽ പോവുക, നിന്റെ എല്ല് ശരിയാക്കാൻ നീ ഓർത്തോപീഡിക്സിൽ പോവുക. നിന്റെ ആരാധനാ ജീവിതം നേരെയാക്കണമെങ്കിൽ ഓർത്തോഡോക്സിയിലേക്ക് മടങ്ങുക. Orthodoxy is the solution. That's the answer. That's only hope. That is true Christianity. അപ്പൊ ഈ ഓർത്തഡോക്സി എന്ന് പറയുന്നത് നേരെയുള്ള ആണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഇതാണ് ഓർത്തഡോക്സി, ഇതാണ് ഓർത്തഡോക്സ് പ്രൈസ്. അതുകൊണ്ടാണ് നമ്മുടെ ഓർത്തഡോക്സ് വർഷിപ്പ് നോക്കുക. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനെ നിനക്ക്
നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. ഇതുകൊണ്ടാണ് ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നോ കൺഫ്യൂഷൻ. ഇത് ഈ ക്രിസ്ത്യൻ ഓർത്തഡോക്സിയെ എന്ത് ചെയ്യാണ്? ദുർബലപ്പെടുത്താന്, ക്ഷയിപ്പിക്കാന്, അതിൽ കലക്കങ്ങൾ ഉണ്ടാക്കാൻ, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ. ഇതാണ് ഈ സെബാസ്റ്റ്യൻ മുന്നക്കൽ എന്ന ആളുടെ ജീവിതവ്രതം. ഇതാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് അതിന് കൂടുതൽ പ്രചാരം കിട്ടാനാണ് ഈ ഇസ്ലാമിക വിമർശനം നടത്തുന്നത്. ഇത് മനസ്സിലാകാത്ത മടയന്മാരാണ് ഈ വിളക്കിങ്കലോട്ട് ഈയൽ അടുക്കുന്നത് പോലെ ഇതിലേക്ക് അടുക്കുന്നത്. നിങ്ങളുടെ സത്യവിശ്വാസത്തിന്റെ ചിറകുകൾ കരിച്ചു കളയാനുള്ള വിളക്കാണ് അവിടെ കൊളുത്തി വെച്ചിട്ടുള്ളത്. നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പൊ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, ലേറ്റസ്റ്റ് എവിഡൻസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിക്കുക എന്നതിനെ മാറ്റിയിട്ട് ഇവരെന്ത് ചെയ്യാണ്? യേശു നാമത്തിൽ. അപ്പൊ ഒന്നോർക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അസംബ്ലീസ് ഓഫ് ഗോഡുകാർ നടത്തിയ ഒരു സ്നാനം സ്വീകരിച്ചവരാണ് ഇവരൊക്കെ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? വീണ്ടും സ്നാനപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുക, ഈ 8 പേരെ കാണുക, ദൈവരാണ്. ഇതൊക്കെ അസംബ്ലീസ് ഓഫ് ഗോഡുകാരായിരുന്നു. ഈ തരത്തിലുള്ള സ്നാനങ്ങൾ കേരളത്തിൽ മുഴുവൻ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. പെന്തക്കോസ്തുകാരെ, മാർത്തോമക്കാരെ ഒക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? ഇവരുടെ ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവല്ലായിൽ നിന്ന് ഒരു ഡോക്ടർ ദമ്പതികൾ, അതില് ഹസ്ബൻഡ് മാർത്തോമക്കാരായിരുന്നു, അവർ ഹസ്ബൻഡ് അനസ്തേഷിസ്റ്റ് ആയിരുന്നു, വൈഫ് ഡെന്റിസ്റ്റ് ആണ്. അവര് യേശുനാമത്തിൽ സ്നാനപ്പെട്ടു എന്നൊക്കെ സെബാസ്റ്റ്യൻ അഭിമാനപൂർവ്വം പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, ഒരു ഫോൺ സംഭാഷണം ഞാൻ കേട്ടു. നിങ്ങൾക്ക് തന്നെ തിരക്കാവുന്നതാണ് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ. ഇങ്ങനെ ധാരാളം ആളുകളെ എന്ത് ചെയ്യാണ്? സത്യവിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റുക. ഇപ്പൊ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഇതിപ്പോ എന്തോ സത്യവിശ്വാസം, തൃത്വം ആയാലെന്താ, യേശുനാമം ആയാലെന്താ, അല്ലെ? തൃത്വം ആയാലെന്താ, യേശുനാമം ആയാലെന്താ? പക്ഷെ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയെ സംബന്ധിച്ച്, കത്തോലിക്കരുടെ കാര്യം എനിക്കറിയത്തില്ല, അത് അവർ ചിന്തിക്കട്ടെ. ഓർത്തഡോക്സ് വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ പിതാക്കന്മാർ ജീവൻ നൽകി ഉറപ്പിച്ച വിശ്വാസമാണ് തൃത്വവിശ്വാസം. നമ്മുടെ സഹോദരന്മാർ മുഴുവനും രക്തസാക്ഷികളായതല്ല, ജീവൻ അർപ്പിച്ചത് ഈ തൃത്വവിശ്വാസത്തിന് വേണ്ടിയാണ്. ഈ തൃത്വവിശ്വാസത്തോട് കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ, തൃത്വവിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുവാൻ അവർ തയ്യാറായിരുന്നെങ്കിൽ അവരാരും തന്നെ കൊല്ലപ്പെടുകയില്ലായിരുന്നു. ഇവർ കൊല്ലപ്പെട്ടവർ മുഴുവൻ തൃത്വവിശ്വാസത്തിന് വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾ മനസ്സിലായോ? അതായത് ഇതാണ് സത്യവിശ്വാസം. ഈ പറഞ്ഞ യേശുനാമ വിശ്വാസം പറയുന്ന ഒരു പെന്തക്കോസ്തുകാരും ഇന്ന് വരെ അവരുടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തിട്ടില്ല. ഞാൻ മലയാളി പെന്തക്കോസ്തുകാരുടെ കാര്യം അല്ല പറയുന്നത്, ആഗോളതലത്തിൽ തന്നെ പെന്തക്കോസ്റ്റില്ല. കാരണം ഇത് ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന മാർഗം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കോട്ടയത്തെ തങ്കു ബ്രദറിന്റെ മോനൊക്കെ ചെയ്യുന്നത്. ഇറ്റ്സ് എ മണി മേക്കിംഗ് പ്രോഗ്രാം. പക്ഷെ സത്യവിശ്വാസം തൃത്വവിശ്വാസമാണ്. നമ്മുടെ സുറിയാനി സഭയിലാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ. നമ്മുടെ ഓറിയന്റൽ കമ്മ്യൂണിറ്റി ചർച്ചിന്റെ
ഓറിയന്റൽ ഓർത്തഡോക്സ് വിഭാഗത്തിലാണ് രക്തസാക്ഷികൾ. അതുകൊണ്ടാണ് മാർപ്പാപ്പ പോലും രക്തസാക്ഷികളുടെ സഭ എന്ന് നമ്മുടെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ റോമിൽ മാർപ്പാപ്പയെ സന്ദർശിച്ചവും വിശേഷിപ്പിച്ച രക്തസാക്ഷികളുടെ സഭ, ചർച്ച് ഓഫ് മാർട്ടീഴ്സ്. സുറിയാനി സഭയ്ക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അധികം പേർ കൊല്ലപ്പെട്ടവർ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജാഗരിക്കുകയാണ്. അതാണ് ഈ സുറിയാനി സഭയുടെ ശക്തി, അതിന്റെ ചൈതന്യം. ഞാൻ അതിലാണ് സന്തോഷിക്കുന്നത്. ഇന്ന് ഈ ലോകത്ത് കാണുന്ന നമ്മുടെ ഈ ദൃശ്യമായ ലോകത്തിലെ ആൾപ്പെരുപ്പമോ പ്രതാപമോ പ്രൗഢിയോ പദവികളോ അധികാരങ്ങളോ സമ്പത്തുക്കളോ അല്ല, മറിച്ച് അദൃശ്യ മണ്ഡലത്തിലെ സമ്പത്തുക്കളും അധികാരങ്ങളും പദവികളും പ്രൗഢികളും അത് കണക്കാക്കുമ്പോൾ ദ റിച്ചസ്റ്റ് ചർച്ച്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സഭ പരിശുദ്ധ സുറിയാനി സഭയാണ്. ദൃശ്യമായതല്ല, അദൃശ്യമായത്, കാണുന്നതിലല്ല, കാണാത്തതിൽ, താൽക്കാലികമായതിലല്ല, നിലനിൽക്കുന്നതിൽ, ഇപ്പോഴുള്ളതിലല്ല, നിത്യമായതിൽ, ഘനമേറിയത്. പൗലുസ്ലിയുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഘനമേറിയവ കണക്കാക്കിയാൽ സുറിയാനി സഭയുടെ അത്ര സമ്പത്ത് ആർക്കും. അപ്പൊ ഇത്രയും രക്തസാക്ഷികൾ തങ്ങളുടെ ജീവൻ സമർപ്പിച്ചത് ഈ പരിശുദ്ധ വിശ്വാസത്തിന് വേണ്ടിയാണ്. അല്ലേ? അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് മരമതിനു വീര കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം, തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. അപ്പൊ തൃത്വത്തെ കൊണ്ടാടുന്നവർ, തൃത്വരഹസ്യത്തെ ഗ്രഹിക്കുന്നവർ, തൃത്വത്തെ വർഷിപ്പ് ചെയ്യുന്നവർ, തൃത്വത്തെ മഹത്വപ്പെടുത്തുന്നവർ, തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി, ആ തൃത്വത്തെ ആരാധിക്കുന്നവർ, അവരെയാണ് സത്യവിശ്വാസികളായിട്ട് നമ്മൾ ഗണിക്കുന്നത്. അവരാണ് സഭയുടെ സഹദേന്മാരായിട്ടുള്ളത്. അപ്പൊ ഇത്രയും പിതാക്കന്മാർ നമുക്ക് ചൊല്ലിത്തന്ന സത്യവിശ്വാസം, ഇത്രയും സഹദേന്മാർ ജീവൻ കൊടുത്തുറപ്പിച്ച സത്യവിശ്വാസം, അത് കേവലം അയ്യോ അത് സാരമില്ല, അത് ഇപ്പൊ അതിനകത്തൊക്കെ എന്താ അർത്ഥം ഇരിക്കുന്നതെന്ന് പറഞ്ഞ് മാറാനുള്ളതല്ല. ആ വിശ്വാസമാണ് നമ്മെ 2000 വർഷം നയിച്ചത്, നമ്മെ നടത്തിയത്, നമ്മെ നിലനിർത്തിയത്, നമ്മെ ഉറപ്പിച്ചത്, നമ്മെ പ്രത്യാശാഭരിതരാക്കുന്നു. മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ, വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. ഏതോ ഒരു സഹദ എടുത്ത്, ഗീവറി സഹദ എടുത്താലും, ബെഹനാൻ സഹദ എടുത്താലും, കുര്യാക്കോ സഹദ എടുത്താലും, ഏതോ ഒരു വിശുദ്ധന്മാരെ എടുത്താലും, ഏത് പിതാക്കന്മാരെ എടുത്താലും, അവരെല്ലാം വിശ്വസിച്ചതും അവരെല്ലാം പ്രബോധിപ്പിച്ചതും അവരെല്ലാം പഠിപ്പിച്ചതും അവരെല്ലാം പകർന്നു നൽകിയതും ഈ തൃത്വവിശ്വാസം എന്ന സത്യവിശ്വാസം. ഈ സത്യവിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനം 2 രീതിയിൽ സംഭവിക്കാം. അത് ഇടതോട്ട് പോയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇടതുപക്ഷ തൃത്വ വ്യതിയാനം, ഇടതുപക്ഷ തൃത്വ നിഷേധം. അപ്പൊ ഇടതുപക്ഷ വ്യതിയാനം പെട്ടെന്ന് എന്താണ്? ഡിറ്റക്റ്റബിൾ ആണ്. വലതുപക്ഷ വ്യതിയാനം ഡിറ്റക്റ്റബിൾ അല്ല. കാരണം എന്താണെന്നറിയോ? അതിനകത്ത് യേശുവിനെ സ്തുതിക്കുന്നു, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശു ശ്രീയേശു നാമം എന്നും ഉയരട്ടെ, ഇങ്ങനെയൊക്കെ പാടുമ്പോൾ യേശുവേ ഹല്ലേലൂയ. അപ്പൊ യേശു ദൈവമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ ആർക്ക് ആരാധനയില്ല? പിതാവിന് ആരാധനയില്ല, പിതാവിനെ മഹത്വപ്പെടുത്തുന്നില്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. യേശു കർത്താവ് പറയാണ്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല ജെറുസലേമിലുമല്ല സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, അതിപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പൊ പിതാവിനെ ആരാധിക്കുന്നില്ല. അപ്പൊ സ്തുതി കൃത്യമായ സ്തുതിയല്ല, ആരാധന കൃത്യമായ ആരാധനയല്ല. അപ്പോഴാണ് ഇവര് വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലബ് ഹൗസിലെ ചർച്ച നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ആള് വന്ന് ന്യായീകരിക്കുകയാണ്, സെബാസ്റ്റ്യന്റെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു കത്തോലിക്കൻ വിഫല ശ്രമം നടത്തുക. എന്തൊക്കെയായത് യേശുവിനെ അംഗീകരിക്കുന്നില്ല, അത് പോരെ ബായി എന്നാ ചോദിക്കുന്നത്. അപ്പൊ യേശുവിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യേശുവിനെ അംഗീകരിച്ചാൽ പോരല്ലോ. പൗലോസ്ലീഹ പറയുന്നത് മറ്റൊരു യേശു, സോ മെനി കൈൻഡ്സ് ഓഫ് ജീസസ്. അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു യേശുവിനെ അംഗീകരിച്ചാൽ പോരെ.
ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ ആള് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മുസ്ലിങ്ങൾ അടുത്ത കാലത്തായിട്ട്. അതിനു മുമ്പ് നമ്മൾ തൃത്വവിശ്വാസികളായിരുന്നു വിമർശിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മുസ്ലിം വിമർശനം ഇവർ നടത്തുമ്പോൾ ഈ സെബാസ്റ്റ്യൻ പുന്നക്കലാകട്ടെ, തൊട്ടി അയ്യപ്പനാകട്ടെ, ഇവരൊക്കെ ഈ മുസ്ലിം വിമർശനം നടത്തുമ്പോൾ അവർ നിരന്തരമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: ഖുറാനിലെ യേശു നമ്മളെ യേശു അല്ല, ബൈബിളിലെ യേശു. നല്ല കാര്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതും വിവരിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ഖുറാനിലെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്ന ഈസ ക്രിസ്ത്യാനികളുടെ യേശു അല്ല. ഈ ഒരു ബോധവൽക്കരണമാണ് നടത്തുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കാര്യമാണ്. പക്ഷേ ഈ സെബാസ്റ്റ്യൻ ഒക്കെ പറയുന്ന യേശു പരമ്പരാഗത ക്രിസ്തീയ വിശ്വാസത്തിലുള്ള യേശു ആണോ? അതും കൂടെ പറയണ്ടേ, അതും കൂടെ ചിന്തിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്നവർ ഇത് മാത്രം കേട്ടാൽ പോരാ. മുസ്ലിങ്ങളുടെ യേശു അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ എന്നാലും മുസ്ലിങ്ങളുടെ യേശുവിനെ പിടിക്കാൻ പോകുന്നു. അതൊക്കെ നിൽക്കട്ടെ. നിന്റെ യേശു ആരാ? മുസ്ലിങ്ങളുടെ ഈസ നമ്മുടെ യേശു അല്ല. മനസ്സിലായി. ഇനിയിപ്പോ എന്തിനാ പറഞ്ഞത്? ഞങ്ങളെല്ലാം മനസ്സിലായി, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ വാട്ട് അബൌട്ട് യുവർ ജീസസ്? വാട്ട് അബൌട്ട് യുവർ ജീസസ്? പിതാവില്ലാത്ത യേശു അല്ലെ? ഇവരുടെ ഉപദേശം അനുസരിച്ച് യേശു ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണ്, ജനിച്ചതല്ല. പിതാവില്ല, മാതാവില്ല. ആ യേശുവിന് മാതാവില്ല. കോസ്മിക് ഓർഫൻ. ഒരു കോസ്മിക് ഓർഫനാണ് ഇവരുടെ ജീസസ്. എവിടുന്ന് വന്ന വാലും തലയില്ല, മാതാവില്ല, ഗർഭപാത്രം വാടകയ്ക്ക് എടുത്ത് അവിടെ ഇങ്ങനെ ഒരു ട്രിക്ക് കാണിച്ചതാണ്. പക്ഷെ പരിശുദ്ധ സഭ വിശ്വസിക്കുന്ന യേശു വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. പിതാവിന്റെ പുത്രനായ യേശുവേ, മറിയമിന്റെ പുത്രനായ യേശുവേ എന്ന് പറഞ്ഞാൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിക്കപ്പെട്ട വിശിഷ്ട വ്യക്തിയാണ് ആ യേശു. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. യേശു പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ, യേശു മറിയസുതാ ഞങ്ങളെ തുണയ്ക്കണമേ. അങ്ങനെയാണ്. യേശു പിതൃസുതനെ, യേശു മറിയസുത. അപ്പൊ പിതാവിന്റെ പുത്രനും മറിയാമിന്റെ പുത്രനുമായ യേശു എന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ക്ലിപ്പ് കേട്ടല്ലോ, സെബാസ്റ്റ്യന്റെ ഉപദേശത്തെ പറ്റി പറയുന്നു. യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവമേ ഉള്ളൂ. ദർ ഇസ് ഓൺലി വൺ ഗോഡ്, വൺ പേഴ്സൺ. അത് വായു പോലെ, കാറ്റ് പോലെയാണ്. അത് ബലൂണിനകത്തേക്ക്, ബലൂണിന്റെ ഒരു ഉപദേശം, ബലൂണിനകത്തേക്ക് കാറ്റ് കയറി. അപ്പൊ കാറ്റ് ബലൂണിനകത്തുണ്ട് എന്നതുകൊണ്ട് കാറ്റ് ബലൂണിന് പുറത്തില്ലാതെ ആകുന്നില്ല. അപ്പൊ ബലൂണിന് പുറത്തും വായുണ്ട്, ബലൂണിനകത്തും വായുണ്ട്. ബലൂണിനകത്ത് വായുരിക്കും, ബലൂൺ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ കാണപ്പെടും. ആ വീർത്ത് കാണപ്പെട്ട ബലൂണാണ് യേശു. ഓഹോ, എന്തൊരു തൊഴുത് വണങ്ങേണ്ട കേസാണ് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഉപദേശം. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ രൂപമായിരുന്നു. മനസ്സിലായോ? ഈ ന്യൂ ഇയറിന്റെ ഈ കൊച്ചിക്കാര് കത്തിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു വലിയ രൂപം ഉണ്ടാക്കിയിട്ട്, പാപ്പാഞ്ഞി എന്ന് പറഞ്ഞു ഒരു കത്തിച്ച്. അതിന്റെ ഉപയോഗം കഴിയുമ്പോൾ കത്തിച്ചു കളി. ഈ ഫോർട്ട് കൊച്ചിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണം. അതായത് യേശു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂണായിരുന്നു. ആ അവതാരോപദേശം കഴിഞ്ഞപ്പോൾ ബലൂൺ എന്ത് ചെയ്തു? പൊട്ടിച്ചു കളഞ്ഞു. നോ മോർ ബലൂൺ. ഇപ്പൊ വായു മാത്രമേ ഉള്ളൂ. അദൃശ്യനായ, സെബാസ്റ്റ്യന്റേതായ ഒരു വാക്കുണ്ട്, അദൃശ്യനായ ഒരു ദൈവം, വായു. ഇടയ്ക്ക് ആ വായു ഒന്ന് ഉരുണ്ടുകൂടി ഒരു ബലൂണകത്ത് കയറി ഇങ്ങനെ കാണിച്ചു, മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു. അത് നമ്മുടെ അനിൽക്കുടത്തോട്ടൊക്കെ പറഞ്ഞു. ഇവരെല്ലാം ചിന്തിച്ചിരിക്കുന്ന ഇതാണ്. ഈ ഇൻകാർണേഷന്റെ ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ ചിന്തകൾക്ക് വലിയ പ്രസക്തിയുണ്ട്.
അപ്പൊ ഈ ചിന്തയാണ് മാർസിയോണിസം. ഇതാണ് മാർസിയന്റെ ദുരുപദേശം, ഹെരസി ഓഫ് മാർസിയൻ. ഒരു വെളിപ്പെടൽ, ഒരു 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 ആക്കിക്കൂട്ടൽ, ഒരു വെളിപ്പെടൽ. ഇറ്റ് വാസ് ജസ്റ്റ് എ ഷോ ഓഫ്, ഒരു മാനിഫെസ്റ്റേഷൻ. മാജീഷ്യൻ മുതുകാടൊക്കെ കാണിക്കുന്നില്ല, എന്തോ ഒരു സത്യവിശ്വാസം. അതല്ല, ദാറ്റ് ഈസ് സംതിങ് റിയൽ. റിയൽ, ഫേക്ക് അല്ല, ഇമിറ്റേഷൻ അല്ല, ജസ്റ്റ് ഷോ ഓഫ് അല്ല. ഇറ്റ്സ് നോട്ട് ആൻ എക്സിബിഷൻ, ഇറ്റ്സ് നോട്ട് എ മാനിഫെസ്റ്റേഷൻ, ബട്ട് ഇറ്റ് ഈസ് റിയൽ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായിരിക്കുന്നത് പോലെ, എബ്രായർ 2:15, അവനും അവരെ പോലെ. നിന്നെ ഞുള്ളിയാൽ നിനക്ക് ഇങ്ങനെ വേദന എടുക്കത്തില്ലേ? സോ റിയൽ. ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സീസണെ ആഘോഷിക്കുന്നത്. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ. ദൈവം മനുഷ്യനായി. അത് ബലൂൺ വീർപ്പിച്ച് കാണിച്ചതല്ല, റിയാലിറ്റി. നമ്മളെ സംബന്ധിച്ച് ഇത് റിയലാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഒരിക്കലും ഈ വിശുദ്ധ കുർബാന ഓൺലൈനിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം അതല്ലത്, ഇത് വിർച്വലി കാണേണ്ടതല്ലത്. ഇത് ഫിസിക്കലി, ഡയറക്ട്ലി, റിയലി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പെന്തക്കോസ്റ്റ് വർഷിപ്പുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം they talk about illusions. വിർച്വൽ ആണ് അവരുടെ, നോട്ട് റിയൽ, ഫേക്ക് ആണ്. കോവിഡിന്റെ സമയത്ത് അനേകർ ഇങ്ങനെ ഈ വിശുദ്ധ കുർബാനയൊക്കെ കണ്ടെങ്കിലും ഈ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ മാറിയ സ്ഥിതിക്ക് അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തലാക്കണം. കാരണം അങ്ങനെ ഇരുന്ന് കാണുകയല്ല വേണ്ടത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകളാൽ കണ്ടതും ഞങ്ങൾ അടുത്തു ചെന്ന് വീക്ഷിച്ചതും വെറുതെ കാണല്ല, അടുത്ത് പറയാണ്. നിങ്ങൾ യോഹന്നാൻ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ കണ്ണുകളാൽ കണ്ടതും ഞങ്ങൾ അടുത്തു ചെന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതും ഞങ്ങൾ ശ്രവിച്ചതും ആയ ജീവന്റെ വചനം. അപ്പൊ 4-fold എക്സ്പീരിയൻസ് ആണ്. Seeing, closely watching, hearing and touching. We have heard, we have seen, we have touched, and we have closely watched. It's a word of life. ജീവന്റെ വചനം. ഇവിടെ ഈ മിസ്റ്ററിയിൽ ട്രിനിറ്റിയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മ. ഇതാണ് പുത്രൻ തമ്പുരാൻ വെളിപ്പെടുത്തിയത്. ഈ സത്യവിശ്വാസത്തെയാണ് ഇവര് തകർക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഊസിയായില് 3 വ്യക്തികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഏക സാരാംശത്തിൽ. ഇന്നലെ ഒരാള് സംശയം ചോദിച്ചു ക്ലബ് ഹൗസിൽ, സാരാംശം എന്നാല് ഊസിയ ഒരു ജനുസാണ്. മനുഷ്യവർഗം ഒരു ജനുസാണ്, ഒരു സ്പീഷീസ് ആണ് അല്ലെ? മനുഷ്യവർഗം. സ്ത്രീ മനുഷ്യവർഗത്തിൽപ്പെട്ടതാണോ? സ്ത്രീ യെസ്. പുരുഷനും സ്ത്രീയും വ്യതിരിക്തരാണല്ലേ? ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷൻ, ഹോൾ ഹ്യൂമാനിറ്റി, മനുഷ്യവർഗത്തെ ഒരുമിച്ചെടുക്കുമ്പം സ്ത്രീയും പുരുഷനും എന്ന 2 വ്യതിരിക്തതകളെ നിങ്ങൾക്ക് ആ മനുഷ്യൻ എന്ന ഏക സാരാംശത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഏക സാരാംശത്തിൽ 2 വ്യതിരിക്തതകളെ നിങ്ങൾ കാണുന്നത് പോലെ ദൈവം എന്ന ഏക സാരാംശത്തിൽ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന 3 വ്യതിരിക്തതകളെ കാണുന്നു. 1 ousia and 3 hypostasis. ഒരു ഊസിയായിൽ
3 ഹൈപ്പോസ്റ്റാസിസിനെ കാണുന്നു. ഏക സാരാംശത്തിൽ 3 ഗ്നൂമാകളെ കാണുന്നു. മനുഷ്യൻ എന്ന ഏക സാരാംശത്തിൽ 2 ഗ്നൂമാകളെ കാണുന്നു. സ്ത്രീയും പുരുഷനുമായിട്ട് നമ്മൾ കാണും. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഈ ട്രിനിറ്റിയെ വർഷിപ്പ്. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേകതയും ഈ സത്യവിശ്വാസത്തെ തകർക്കും. നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഫണ്ടമെന്റൽ അതാണ്. ദീർഘനാളുകൾ മുസ്ലിങ്ങളുമായിട്ട് കലഹിച്ചത് എന്തിനാണ്? കോംപ്രമൈസ് ചെയ്ത് ഏകനായിരുന്നു ദൈവം. ഈ തൃത്വവിശ്വാസത്തിന് വേണ്ടിയാണ്. ക്രിസ്തീയ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും തമ്മിലുള്ള പൊരുത്തക്കേട് എവിടെയാണ്? ആ സംഘർഷം ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? പറയൂ, നിങ്ങൾ പറയൂ. അവിടെ ആരോ വേറൊരാളുടെ മുല കുടിച്ചോ ഇല്ലയോ? മുല കുടിച്ചോ? ഇതിൽ തർക്കിക്കുന്ന ചായക്കകത്ത് ഈ വീണ ഈച്ചയുടെ ചിറക്, 2 ചിറകും ചായക്കകത്ത് മുങ്ങിയോ അതോ ഒരു ചിറകെ മുങ്ങിയുള്ളോ? സെബാസ്റ്റ്യൻ പുന്നക്കലും അനിൽ കൊടുത്തോട്ടമൊക്കെ നടത്തുന്ന ചർച്ചയാണ്. ഇസ്ലാമും ക്രിസ്ത്യാനിയുമായിട്ടുള്ള ചർച്ച അതല്ല. ഇസ്ലാമും ക്രിസ്ത്യാനിയുമായിട്ടുള്ള ചർച്ച ദൈവം ഏകനാണോ, കേവലം ഏകത്വമാണോ, അതോ ത്രിയേകത്വമാണോ, ത്രിത്വമാണോ, തൗഹീദാണോ? ഇതാണ് ചർച്ച. ഇതാണ് ദൈവശാസ്ത്രപരമായ ഭിന്നത. അപ്പൊ ക്രിസ്ത്യൻ മുസ്ലിം സംവാദം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ വിഷയം ഇതാണ്. അതിനെ അഡ്രസ് ചെയ്യുന്നില്ല. കാരണം അതിനെ അഡ്രസ് ചെയ്താൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ മുസ്ലിങ്ങളുടെ ക്യാമ്പിൽ കിടക്കും, പാളയത്തിൽ കിടക്കും. കഴിഞ്ഞ നാളുകളിൽ പുറകിലോട്ട് നിങ്ങൾ പോയാൽ, ഫേസ്ബുക്കിലൂടെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഇസ്ലാമിക പ്രഭാഷകനായ ഈ മുഹമ്മദ് ഈസായും ഈ സെബാസ്റ്റ്യൻ പുന്നക്കലും ഒരുമിച്ച് ചേർന്ന് എന്നെ ആക്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം, ഈ തൃത്വ വിശ്വാസത്തിന്റെ വിഷയം. അപ്പൊ അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽസ് പരിശോധിച്ചാൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഇസ്ലാമിക ക്യാമ്പിലാണ്. അവന്റെ അസ്തിത്വം പണിയപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിക ക്യാമ്പിലാണ്. അല്ല, ഇസ്ലാമിക് മെറ്റീരിയലുകൾ കൊണ്ട് പണിത ഒരു സ്കെൽട്ടൺ ആണ് സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇസ്ലാമിക് മെറ്റീരിയൽസ് കൊണ്ട് പണിയപ്പെട്ടവനാണ് അവൻ. ഏകൻ 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 എന്ന് പറയും. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരുമിച്ച് തന്നെ ആക്രമിച്ചിട്ടുള്ളത്. ഇതിപ്പം ഈ പാമ്പ് സ്വന്തം വാലെ കടിക്കുന്ന പോലെയേ ഉള്ളൂ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് ഞാൻ കാണും. അത് താൽക്കാലികതയാണ്. ആത്യന്തികമായ ലക്ഷ്യം തൃത്വവിശ്വാസത്തെ ക്ഷയിപ്പിക്കുക, ദുർബലപ്പെടുത്തുക. അത് ഈ ബഹളത്തിനകത്ത് അവർ സാധിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ തൃത്വവിശ്വാസത്തെ, ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിറ്റി, ക്രിസ്ത്യാനിറ്റി നിലനിന്നിട്ടുള്ളത്, ഇനി ക്രിസ്ത്യാനിറ്റി ആയിട്ട് നിലനിൽക്കേണ്ടത് തൃത്വവിശ്വാസത്തിലാണ്. ആ തൃത്വവിശ്വാസത്തെ സംരക്ഷിക്കുവാനാണ് നമ്മുടെ പിതാക്കന്മാർ ജീവൻ കൊടുത്തിട്ടുള്ളത്. ആ തൃത്വവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ, ആ തൃത്വവിശ്വാസത്തെ പ്രഘോഷിച്ചതിനാണ് അവർ പീഡകൾ സഹിച്ചത്, അവർ പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്, അവർ പീഡിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം തൃത്വവിശ്വാസത്തിന് വേണ്ടിയായിരുന്നു. ആ തൃത്വവിശ്വാസത്തെ ബലി കഴിച്ചുകൊണ്ട് പുതിയ ചില ഭൂമികകൾ വെട്ടിപ്പിടിക്കാം എന്നാണ് ഈ ആധുനിക മശിഹാമാർ നമുക്ക് എന്ത് ചെയ്യുന്നത്? വാഗ്ദാനം തരുന്നു. മോഹിപ്പിക്കല്ല സെബാസ്റ്റ്യ, ഇങ്ങനെ ക്രിസ്ത്യാനികളെ കൊതിപ്പിക്കല്ല. എന്താണ് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്ന ഓഫർ? നിങ്ങളുടെ തൃത്വവിശ്വാസം എല്ലാം വിട്ടോ, നമുക്ക് മുസ്ലിങ്ങളെ എന്തിന്? തൃത്വവിശ്വാസം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത്? പിന്നെ മുസ്ലിങ്ങളുമായിട്ട് വിയോജിപ്പില്ലല്ലോ, ഉണ്ടോ? തൃത്വവിശ്വാസം വിട്ടുകിട്ടാണ്, പിന്നെ എന്താണ് മുസ്ലിങ്ങളുടെ കലഹം? ആ കൂടെ കൂടിയാ പോരെ? തൃത്വവിശ്വാസം വിട്ടാൽ പിന്നെ ക്രിസ്ത്യാനിക്ക് മുസ്ലിങ്ങളോട് എന്താണ് കലഹം, എന്താണ് പ്രശ്നം? പിന്നെ ആ കൂടെ കൂടിയാ പോരെ? ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നെ ചീത്ത വിളിക്കാൻ ആളുകളുണ്ട്, വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ നിലവാരത്തിലേക്ക് വരാൻ ഇപ്പൊ തൽക്കാലം എനിക്ക് സാധിക്കില്ല. കാരണം ഈ തൊട്ടി അയ്യപ്പനോടൊക്കെ എന്തോ മറുപടി പറയാനാ? അവനോടൊക്കെ മറുപടി പറഞ്ഞാൽ നമ്മൾ നാറിപ്പോകത്തല്ലോ. എന്തോ പറയാനാ തടാ തൊട്ടി അയ്യപ്പ? ഇവനാണ് ഇവിടെ ക്രിസ്ത്യാനികളെ വിശ്വാസം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പറയേണ്ടത് ഏറ്റവും ഒടുവിലത്തെ ഒരു എവിഡൻസ്, ലേറ്റസ്റ്റ് എവിഡൻസ് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ മുന്നേറ്റങ്ങൾക്ക്.
പരിശ്രമങ്ങൾക്ക് ഉള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു റിസൾട്ട്. അതാണ് നമ്മൾ കണ്ട ഞാൻ കാണിച്ച ചിത്രം. അതുകൊണ്ട് പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞാൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനോടാണ് ഇത് പറയുന്നത്. കത്തോലിക്കർ ചില ആളുകൾ നമ്മളെ കേൾക്കുന്നുണ്ട്, ഉത്ബുദ്ധരായ കത്തോലിക്കർ. ഞാൻ എപ്പോഴും പറയുന്നല്ലോ, 3 താഴെയുള്ള കത്തോലിക്കർ. ഏതാണ്? തന്തയ്ക്ക് പറഞ്ഞ ഒരു തറവാട്ടിൽ ജനിച്ച ഒരു തണ്ടലുള്ള കത്തോലിക്കർ. അങ്ങനെ കുറെ പേരുണ്ട്. അവരൊക്കെ ഇവിടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ കൂടെ ഉറച്ചു നിൽപ്പുണ്ട്. ഈ തരം കിട്ടുമ്പോൾ പാർക്കാൻ നടക്കുന്ന ലേവ്യന്മാരെ പോലുള്ള കുറെ ആളുകൾ ഈ പറഞ്ഞ നമുക്ക് മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക. എന്താ? സ്വന്തം സത്യവിശ്വാസം, ഏതൊരു വിശ്വാസത്തിന് വേണ്ടിയാണോ. അപ്പൊ ഈ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ആണ് ജീവൻ കൊടുത്ത് തൃത്വവിശ്വാസത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത്. ഇപ്പൊ കോംപ്രമൈസിങ് പരിപാടി നമുക്കില്ല. നോ കോംപ്രമൈസ്. സത്യവിശ്വാസത്തെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കോംപ്രമൈസ് ചെയ്യുന്നില്ല. കോംപ്രമൈസ് ചെയ്യപ്പെടാത്ത ആ സത്യവിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. നാളുപവസിക്കാൻ വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. കടൽ കൂപാമഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ.